എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊല്ലൻ്റ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 93 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഷൗമൈ വരുന്ന കണ്ടിട്ട് യുഹാവ എതിർക്കാനായിട്ട് നിൽക്കുന്ന അവളുടെ ലെവൽ എന്നത് 87 ഈ ഗോയിക്കട്ടൻസ് ഈവിൾ സോൾ മസ്റ്ററാണ് ഇപ്പോൾ സുപ്രീം ഫയർ ഇങ്ങനെ തടയാനാണ് അവനപ്പോൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞിട്ട് ഷൗമൈനോട് ഇത് ഞാനാണ് യുഹാവ് എന്ന് അവൾക്കൊന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ നേരെ വരുന്ന അറ്റാക്കാണ് ചെയ്യുന്നത്. അവ ആദ്യമൊക്കെ മാറി പോകുന്നത് ഷൗമൈനെ അറ്റാക്ക് ചെയ്യാതെ പറ്റുന്നത് എതിർക്കാനായിട്ടാണ് നോക്കുന്നത്. കാരണം ഷൗമൈ അവൻ അറ്റാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. യൂസാൻസ് കണ്ടിട്ട് ഷൗമൈയുടെ ഫയർ റെസിസ്റ്റ് ചെയ്യണം അവന്റെ 3 അൾട്ടിമേറ്റ് സ്കില്ല് യൂസ് ചെയ്ത്. എന്നാൽ ഷൗമൈ അവനെ കൊല്ലുന്ന രീതിയിലാണ് അറ്റാക്ക്. ഒരു ദയം കാണിക്കുന്നില്ല. അവൻ അവസാനം യുഹവയ്ക്ക് ചെയ്യാൻ കഴിയാതെ അടിച്ചിട്ട് അവൻ അവിടെ വീണു. നിനക്ക് ഇനി ചാവാൻ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞ് അവനെ കൊല്ലാനായിട്ട് നിൽക്കണം. അപ്പോഴാണ് യുഹവ എറ്റണ ഫ്രോസൺ ഡൊമൈൻ അത് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് ഫ്രീസ് ആക്കി. എന്നാൽ അവളുടെ അൾട്ടിമേറ്റ് ഫയർ ആണ്. നിനക്ക് ഇനി ഇതുകൊണ്ടൊന്നും തടയാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ തടയാനല്ല നോക്കുന്നേ, എന്റെ ട്രാപ്പിൽ വന്ന് പെട്ടല്ലോ എന്ന് അവക്ക് ഷോക്ക്. അപ്പോഴാണ് അവന്റെ നെക്രോമൻസറി പവർ അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതിലെ സോൾ പ്യൂരിഫൈ ആ സ്കിൽ യൂസ് ചെയ്ത് ഷൗമൈന്റെ ഈവിൾ പവേഴ്സ് എല്ലാം ഇല്ലാതാക്കുകയാണ്. അതും അങ്ങനെ പൂർണ്ണമായിട്ട് മാറുകയാണ്. അവൾക്ക് നോർമലായിട്ട് മാറിയതുപോലെ യുഹാവ വന്നിട്ട് ഷൗമൈനോട് ഞാൻ യുഹാവയാണ് ഷ്രക്ക് അക്കാഡമിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവളും കേട്ടിട്ട് യുഹാവോ ഞാനാരാ, അവളുടെ പേര് മാഷൌട്ടാവും, ഷ്രക്കിന്റെ പ്രൗഡാണ്, കോമ്പറ്റീഷനിൽ നടന്ന കാര്യം ഹോളി സ്പിരിറ്റ് ചർച്ച കൊണ്ടുപോയത് എല്ലാം പറയണം. അവൾക്കും പയ്യെ പയ്യെ എല്ലാം ഓർമ്മ വരുന്നു. അവരുടെ ട്രാപ്പിലായിരുന്നു. ഒരുപാട് പേരെ അങ്ങനെ കൊന്നു കളഞ്ഞു. എന്നാൽ യുഹാവ അവരുടെ ആൾക്കാരെല്ലാവരും ഇപ്പോൾ വാട്ടർ പ്രിസണിലാണ്, ഹെൽപ്പ് വേണം. അപ്പോഴാണ് ആരോ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ വിടുന്ന് അവൻ പോയി. അപ്പോഴേക്കും ഹോളി സ്പിരിറ്റ് ചർച്ചിൽ എൽഡേഴ്സ് അവിടെ എത്തി. സോൾ ഫ്ലസ്ട്രേഷൻ ഉണ്ടായത് പറയുമ്പോൾ ഞാൻ നോക്കിയെന്ന് ഇവിടെ ഒന്നുമില്ല, മേ ബി ആ വാട്ടർ പ്രിസണിൽ എന്തെങ്കിലും പ്രശ്നമാകും എന്ന് പറഞ്ഞു പോയി. അവരോട് പോകാനായിട്ട് പറഞ്ഞു വിട്ടു. അതിനുശേഷം അവർ പോകുന്നത് ഷൗമൈനെ കിട്ടിയ വലിയ ഒരു ഹെൽപ്പാണ് അവർക്ക് ഉണ്ടായത്. അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷൗമയായിട്ട് സംസാരിക്കാൻ കഴിയണം. അതിനു മുൻപ് യൂസാൻസിന്റെ കയ്യിലാണ് സംഭവം. അവന്റെ വാട്ടർ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ സ്കില്ല് ആ വാട്ടർ എബിലിറ്റി അത് യൂസ് ചെയ്ത് സോൾ റൈസിങ് പൗഡർ അത് മാറ്റിയെടുക്കുകയാണ്. ഞാൻഷി തൊടാനായിട്ട് വന്നപ്പോൾ തട്ടി എന്താ അവന്റെ കയ്യിലുള്ളത്, അത് നിന്റെ സോൾ പവർ മുഴുവനായിട്ട് ഇല്ലാതാക്കും. യുഹാവ് ഇപ്പോൾ ഹോളി സ്പിരിറ്റ് ഓവർ കോൺഫിഡൻറ്റ് കാണിച്ചു. ഡഞ്ചന്റെ വാട്ടർ തന്നെയാണ് പുറത്തും, അതുകൊണ്ട് തന്നെ അവർക്ക് അത് ഇല്ലാതാക്കാൻ പുറത്ത് തന്നെ നിന്നാൽ മതി, അത് വെച്ച് കഴിയും. യൂസാൻസിന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചിട്ട് ആ പോയിസൺ വാങ്ങിച്ചിട്ട് അത് ചെക്ക് ചെയ്യണം. അവൻ നോക്കി എന്താ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിൽ ഷോ ടൈം റെക്കോർഡിൽ ഈ പോയിസനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അത് ന്യൂട്രലൈസ് ആക്കാൻ 26 ഡിഫറൻറ്റ് മെഡിസിൻ വേണം. അതുകൊണ്ട് തന്നെ അവർ ഈ സിറ്റിയിൽ നിന്ന് തന്നെ അത് ഒപ്പിക്കേണ്ടി വരികയും അവരുടെ കയ്യിലില്ല. യുഹാവന്റെ ഡിറ്റേഷനിൽ 11 ഫാർമസി ഉണ്ട്. സ്പ്ലിറ്റ് ആയിട്ട് 6 മെഡിസിൻ വീതം വാങ്ങാനായിട്ടും അവർക്ക് സംശയമില്ലാത്ത രീതിയിൽ ഒറിജിനൽ വേണം വാങ്ങാൻ എന്ന് പറഞ്ഞു വിടുന്നു. അവരും പോയി ചോദിക്കുന്നുണ്ടായി. എന്നാൽ ആരുടെ കയ്യിലും ഇല്ല. അവർക്ക് നിരാശ മാത്രമാണ് ഉണ്ടായത്. ഒരാളുടെ കയ്യിലും ഇങ്ങനെയുള്ള മെഡിസിൻസ് ഇല്ല. എന്ത് ചെയ്യുമെന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. അവൾക്ക് ടെൻഷൻ. അവരുടെ സോൾ പവർ തിരികെ വരുത്താൻ കഴിയില്ല. അവരെ രക്ഷിക്കാൻ കഴിയില്ലേ, വേറെ വഴിയില്ല. നേരെ അറ്റാക്ക്, ഗ്രൗണ്ട് ക്രഷിംഗ് കാനോണ് അതൊക്കെ യൂസ് ചെയ്ത് അവരുടെ ഡിഫൻസ് തകർക്കണം എന്നൊക്കെ കഴിട്ട് പറയുമ്പോൾ അത് വലിയ സൗണ്ട് ഉണ്ടാക്കും. അവരുടെ അറ്റാക്ക് നമുക്ക് തടയാൻ പോലും കഴിയില്ല. അതുപോലെ പ്രിസണേഴ്സ് ഡെഡ് ആകാനും ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യും എന്ന് പറയുമ്പോഴാണ് നിങ്ങളെന്താ പ്രശ്നത്തിലാണോ എന്ന് വോയിസ് നോക്കുമ്പോൾ അവിടെ ഷൗമൈ വന്നിരിക്കുന്നത്. അവൾ വന്നിട്ട് മെഡിസിൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഹോളി സ്പിരിറ്റ് ചർച്ചാണ്, അതുകൊണ്ട് തന്നെ ഒന്നുപോലെ കാണില്ല. എന്നാൽ ഞാൻ ഒപ്പിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. അവർക്ക് വേണ്ടത് അല്ലാത്ത എല്ലാം ഉണ്ട്. ഒരു വലിയ ഹെൽപ്പാണ് അവൾ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദിവസം മുൻപ് ഇവിടുത്തെ ആർമി കൂടുതലും ബോർഡറിലേക്ക് പോയി. പിന്നെ ഹോളി സ്പിരിറ്റ് ചർച്ചിൽ 2 ഗ്രാൻഡ് സോളന്റ് മാസ്റ്റേഴ്സ് എൽഡേഴ്സ് ആണ് ഉള്ളത്. യുഹാവന്റെ പ്ലാൻ പോലെ വർക്കായി. എന്നാൽ ഷൂട്ട് ചെയ്യാൻ ഈവിൾ സോൾ മാസ്റ്റേഴ്സിന്റെ കയ്യിൽ ഈ റീജിയൻ പൂർണ്ണമായിട്ട് കൺട്രോളിൽ കൊടുത്തു. അത് മാഡുൽ ഡൊലുവോ എന്നറിയപ്പെടുന്ന വാങ്ങിഹങ് ആണ്, അതായത് നമ്പർ 7 ആണ്. അയാളുടെ സ്ട്രെങ്ത് വളരെയധികം പവർഫുൾ ആണ്. ലൈറ്റ് ബീസ്റ്റ് കിങ് സോൾ മാസ്റ്റേഴ്സ് എല്ലാവരും അവരുടെ കീഴിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അയാളുടെ പവർ എന്താണെന്നാ ഒരു സൂപ്പർ ഡൊളുവനെ പോലും കൊല്ലാൻ കഴിയും. ലെവൽ 9 സോൾ ഗഡി മാസ്റ്റർ കൂടിയാണ്. നിങ്ങളുടെ പ്ലാൻ തുടങ്ങിയ 15 മിനിറ്റ് മാത്രമാണ് ടൈം, അതിനുള്ളിൽ എല്ലാം ചെയ്യണം. യുഹാവ് അപ്പോൾ നാൻസി അവളുടെ അമ്മ എർത്ത് ഡ്രാഗൺ ഗേറ്റിലെ ലീഡറാണ്, കണ്ടുവെന്ന് ഇനി ഇല്ല, അല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കുറച്ച് പേര് റിസർച്ചിനായിട്ട് ഒരു സോൾ ഗൈഡിങ് മാസ്റ്റർ കൊണ്ടുപോയി ലിവിങ് സോളിനെ വെച്ച് സോൾ ടൂൾ ഉണ്ടാക്കാം. അത് കേട്ട് നാൻസിക്കും സങ്കടം. ഈവിൾ സോൾ മാസ്റ്റേഴ്സിനെ ഒരു ദിവസം അവസാനിപ്പിക്കും എന്ന് യുഹാവ്. എന്നാൽ അത്രയും പേരെ രക്ഷിച്ചുകൊണ്ട് പോകാൻ ഇമ്പോസിബിൾ ആണ്. എന്നതിന് അവർ തന്നെ നമ്മുടെ ഫോഴ്സായിട്ട് അറ്റാക്ക് ചെയ്യിപ്പിക്കും എന്ന് പറയുകയാണ്. അതിനുശേഷം അവരെല്ലാവരും റെസ്റ്റ് എടുക്കുന്നു. യുഹാവ് ആ സമയം ആന്റിഡോസ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ജൂച്ചൻ അവന്റെ ലെവൽ ബ്രേക്ക് ചെയ്യുന്നത്. അവൻ വന്നിട്ട് യുഹാവനോട് നന്ദി പറയുന്നു. അവന്റെ ഹെൽപ്പിലാണ് ജൂച്ചന്റെ സോഡ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയത്. ടാക്സറ്റിനെ കൂടുതൽ പവർഫുൾ ആകാൻ കഴിഞ്ഞു എന്ന് പറയുകയാണ്. ഷാമൈ 4th എൽഡറിനോട് 3rd എൽഡറിനെ കൂട്ടി വരാനായിട്ട് പറയണം. അവൾക്ക് യുഹാവന്റെ പ്ലാൻ അതറിയാം, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മാറ്റാനായിട്ട് അവർ പോകുമ്പോഴാണ് യുഹാവ് അവന്റെ സ്പിരിച്വൽ ഫോമിൽ വരുന്നത്. ആ പ്രിസണേഴ്സിനോട് സ്പിരിച്വൽ വോയിസിൽ അല്ലെങ്കിൽ മൈൻഡ് വോയിസിൽ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ ഷ്രക്കിൽ നിന്നാണ്, നിങ്ങളെ രക്ഷിക്കാനായിട്ടാണ് വന്നത്. ഒരുത്തൻ വെട്ടെന്ന് ഷ്രക്ക്
എന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ഒരു ഗാർഡ് നോക്കുന്നു. എന്നാൽ നൈസായിട്ട് മാറി. എല്ലാവരും എളുപ്പം എടുത്തുചാട്ടം കാണിക്കരുത്, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ വാട്ടറിലുള്ള സോൾട്ട് ഇറേസറിയും പൗഡർ അതിന് പുറത്തുള്ള വാട്ടറിൽ ആന്റിഡോസ് ഇട്ടിട്ടുണ്ട്. അത് ഫ്ലോ ചെയ്ത് ന്യൂട്രലൈസ് ആകും. 3 മണിക്കൂർ കഴിയുമ്പോൾ അവരുടെ മുഴുവൻ സോൾ പവർ തിരികെ വരും. അത് സപ്രസ് ചെയ്യാനാണ് നോക്കേണ്ടത്. യുഹാവയ്ക്ക് കിട്ടിയ പുതിയ സ്കില്ലാണ് അങ്ങനെയൊന്ന്. എന്നാൽ ഇവർക്ക് എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നതെന്ന് എനിക്കും അറിയില്ല. ഹോളി സ്പിരിറ്റ് ചർച്ചിൽ മനസ്സിലാക്കരുത്. 3 മണിക്കൂർ കഴിഞ്ഞാൽ റെസ്ക്യൂ മിഷൻ സ്റ്റാർട്ടാകും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അത് ഇനി ഫെങ്ങിലിങ്ങിനെ പിടിച്ച് വെച്ചേക്കുന്ന അങ്ങോട്ട് ഒരു പുതിയ ഈവിൾ സോൾ മാസ്റ്റർ വരുന്നത് പോലെ എല്ലാം കണ്ടിട്ട് മുകളിൽ പോയി എന്തൊരു പ്ലാൻ അവിടെ ഇടുന്നുണ്ട്. ഈ സമയം വാശിയാരാകട്ടെ യുഹാബിന് വലിയൊരു ഡേഞ്ചർ മനസ്സിലാക്കി. അവൾക്ക് മറക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഒരു ഡ്രാഗൺ, മോളെ നീ സ്റ്റാർ ഫോറസ്റ്റിലാണ് നിന്റെ യഥാർത്ഥ വീട്. അവളതിന് ഞാനാണ് പവർ ഓഫ് ഫേറ്റ് കമാൻഡ് ചെയ്യുന്നത് എന്ന് എൻ്റെ ഫേറ്റ് എനിക്ക് പോലും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അവനൊരു ഹ്യൂമനാണ്, ലൈഫ് ആൻഡ് ഡെത്ത്, അത് നിന്നെ ബാധിക്കുന്ന കാര്യമില്ലേ. എന്നാൽ അവൾക്ക് അങ്ങനെയല്ല. അവൻ്റെ വിധി എൻ്റെ കൂടെയാണ്, എനിക്ക് പോയേ പറ്റൂ, ഞാൻ പോകും. അവൻ്റെ ഫേറ്റ് ഞാൻ മാത്രം മാറ്റും, കൂടെ എൻ്റെയും എന്ന് പറഞ്ഞു പോകുന്നു. ഡ്രാഗണും മനസ്സിലായി, ശരി മാസ്റ്റർ. അതിനുശേഷം റെസ്ക്യൂ മിഷൻ 3 മിനിറ്റ് മുമ്പ് നടന്നതാണ് പിന്നെ കാണിക്കുന്നത്. യുഹാബ മീറ്റിങ്ങിനായിട്ട് കുറച്ച് പേരെ ഈവിൾ സോൾ മാസ്റ്റേഴ്സ് കൊണ്ടുപോയി. എവിടെയെന്നോ എന്ത് ചെയ്തു എന്നോ അറിയില്ല. അവരെ കീപൂപ്പിച്ചാണ്. അത് കേട്ട് ഞാൻ ചോദിക്കും, എന്നിട്ട് എന്താ പറയുന്നത്, അതിലെൻ്റെ അമ്മയുണ്ട്. ഞാൻ അത്ര കഷ്ടപ്പെട്ട് ശ്രക്കിലേക്ക് ട്രാവൽ ചെയ്ത് വന്നത് എൻ്റെ അമ്മയെ രക്ഷിക്കാനാണ്. ഞാൻ ഇതിനെ സമ്മതിക്കില്ല. അവനപ്പോൾ അതിനെ നിർത്ത്. ഹോളി സ്പിരിറ്റ് ചർച്ച് നമ്മുടെ സ്ട്രെങ്ത് വെച്ച് എതിർക്കാൻ പോലും കഴിയില്ല. നമുക്ക് മോസ്റ്റ് ഓഫ് ദ പ്രിസണേഴ്സിനെ രക്ഷിക്കാനാണ്. ആ കൂട്ടത്തിൽ അവളുടെ അമ്മ ഇല്ല എങ്കിൽ പേഴ്സണലായിട്ട് തന്നെ ഞാൻ നോക്കാം എന്ന് വാക്ക് കൊടുത്തു. അതിനുശേഷം പ്ലാനിങ്. ഒരു സൈഡ് ലോങ് റേഞ്ച് കാനൺ യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് അവിടെ ഫയർ ആക്കണം. ഡിസ്ട്രാക്റ്റ് ആണ്. ആ വഴി ഫെഗ്ലിങ്ങിനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഷിനോട് പറയണേ. ഈ സമയത്ത് സൗത്ത് സിറ്റി അവിടെ ഡിഫൻസിനെ നേരെ യൂസാൻഷിയുടെ സ്വൈപ്പ് പോലെ മറ്റ് സ്കില്ലുകളൊക്കെ യൂസ് ചെയ്ത് ഈഗോയിനെയും ജീച്ചിനെയും കായിട്ടുനെയും അവിടെ ആക്കണം. അവർക്ക് നേരെ ശ്രദ്ധയാക്കാനാണ്. യുഹാബ ആ സമയം റെസ്ക്യൂ ചെയ്യാനായിട്ട് ഈവിൾ സോൾ മാസ്റ്റേഴ്സ് അറിയുന്നതിന് മുമ്പേ പോകണം. അവരവിടെ എത്തുന്നതിനായിട്ട് 15 മിനിറ്റ് വേണം എന്ന് ഷൗമൈ വഴി അറിഞ്ഞല്ലോ. എന്ത് തന്നെയായാലും 15 മിനിറ്റ് കഴിഞ്ഞാൽ വിട്ടോണം. ആരെ കാത്തു നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. അതേപോലെ നടക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്. യുഹാബ അവൻ്റെ പ്ലാൻ പോലെ രക്ഷിക്കാനായിട്ട് പോവുകയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കണം. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.